കൽപ്പറ്റ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ പടിഞ്ഞാറത്തറ ടൗണിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ മണ്ഡലത്തിലെ ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം. LDF-നാണോ, UDF-നാണോ, BJP-ക്കാണോ, അതോ മറ്റാർക്കെങ്കിലും ആണോ പടിഞ്ഞാറത്തറയിലെ ജനങ്ങൾ ഒപ്പം നിൽക്കുന്നതെന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പൊ കൽപ്പറ്റ മണ്ഡലത്തിലെ ഏത് പാർട്ടി ജയിക്കുമെന്നാണ് പ്രതീക്ഷ? കൽപ്പറ്റ LDF-നെ ജയിക്കുന്നതാണ്. ഭരണം UDF-ന്റെ കയ്യിൽ നിന്ന് LDF തിരിച്ചു പിടിക്കുന്ന പ്രതീക്ഷ. കാരണം എന്തെങ്കിലും കാരണമൊന്നുമില്ല, അങ്ങനെ ജനങ്ങളൊക്കെ സംസാരം അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഭരണമാറ്റം ഉണ്ടാവണം എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ UDF ജയിക്കുള്ളൂ. UDF ജയിക്കുള്ളൂ. ആരാണോ നിൽക്കുന്നത് അവര് UDF ജയിക്കാനാണ് സാധ്യത കൂടുതൽ കാണുന്നത് അല്ലേ? എന്താണ് പറയാനുള്ളത്? അല്ല, UDF ജയിക്കും. LDF കഴിച്ചിലാവില്ല. എന്താ വെച്ചാൽ വളരെ മോശപ്പെട്ട ഭരണമാണ്. ഈ സിദ്ദിഖ് വീണ്ടും MLA ആവുന്നു. പ്രതീക്ഷ എല്ലാം ഉറപ്പാണ്. ഈ മണ്ഡലം UDF-ന്റെ മണ്ഡലമാണ്. ഇവിടെ UDF ജയിക്കും. സിദ്ദീഖിന്റെ നല്ല പ്രവർത്തനമാണ്, കുഴപ്പമില്ല. UDF ജയിക്കും. ഈ സിദ്ദിഖ് വീണ്ടും MLA ആവും. സിദ്ദീഖ് ആണെങ്കിൽ MLA ആവും. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കൽപ്പറ്റ മണ്ഡലത്തിലെ ഏത് പാർട്ടി ജയിക്കും എന്നാണ് പ്രതീക്ഷയുള്ളത്? LDF എന്തായാലും തിരിച്ചു മൂന്നാമത്തെ പ്രാവശ്യം വരുന്നതാണ്. അതായത് UDF-ന്റെ കയ്യിൽ നിന്ന് ഈ പ്രാവശ്യം കൽപ്പറ്റ മണ്ഡലം LDF തിരിച്ചു പിടിക്കും. അതെ, തിരിച്ചു പിടിക്കുന്നതാണ് പൂർണ്ണ വിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പൊ കൽപ്പറ്റ മണ്ഡലത്തില് ഏത് പാർട്ടി ജയിക്കുമെന്നാണ് പ്രതീക്ഷയുള്ളത്? കൽപ്പറ്റ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ഇടതുപക്ഷം ഒരു വിജയത്തിലേക്ക് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ അത്രയും നല്ല വികസനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. റോഡുകളായാലും വിദ്യാഭ്യാസ മേഖലയായാലും സാമൂഹിക സാംസ്കാരിക മേഖലയായാലും എല്ലാ മേഖലയിലും ഇടതുപക്ഷത്തിൻ്റെ 10 വർഷത്തുള്ള ഈ ഭരണം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടുത്തതും ഭരണം, ഇനിയും ഭരണമാറ്റം ഉണ്ടാവുന്നു മറ്റുള്ളൊരു എതിർകക്ഷികളായ ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ഇടതുപക്ഷം തന്നെ വരണം. എന്നാലാണ് കേരളത്തിൽ അതിശക്തമായ ഒരു ഭരണത്തിനും നല്ല വികസനത്തിനും കാഴ്ചയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം കൽപ്പറ്റ മണ്ഡലത്തിൽ LDF തിരിച്ചു പിടിക്കും പ്രതീക്ഷയുണ്ട്. കൽപ്പറ്റ ഇടതുപക്ഷത്തിന് ഇപ്രാവശ്യം ഞങ്ങൾ 100% കൽപ്പറ്റ പിടിച്ചെടുത്ത പോലെ, മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്ത പോലെ കൽപ്പറ്റ നിയമസഭ നമ്മൾ പിടിച്ചെടുക്കുന്നത് 100% ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പൊ കൽപ്പറ്റ മണ്ഡലത്തിലെ ഏത് പാർട്ടി ജയിക്കുന്നതാണ് പ്രതീക്ഷയുള്ളത്? LDF ജയിക്കും. LDF ആണ് അല്ലെ? ചേട്ടാ, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കൽപ്പറ്റ മണ്ഡലത്തില് ഏത് പാർട്ടി ജയിക്കുന്നതാണ് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും 100% UDF. ടി സിദ്ദിഖ് ജനകീയ MLA ആണ്. അദ്ദേഹം തീർച്ചയായിട്ടും ജയിക്കും. പിന്നെ പിണറായി വിജയന്റെ LDF-ന്റെ ദുർഭരണത്തിനായിട്ടുള്ള ഒരു വിജയത്തായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ 100% ഏറ്റവും കുറഞ്ഞത് ഒരു 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ടി സിദ്ദിഖ് MLA ആയി ഇനിയും വീണ്ടും നിയമസഭയിൽ വരും. അതായത് ടി സിദ്ദിഖ് വീണ്ടും MLA വരുന്ന പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും 100%. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കൽപ്പറ്റയിൽ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷ? കൽപ്പറ്റയിൽ LDF ജയിക്കും എന്നുള്ള പ്രതീക്ഷ നമ്മളെടുത്തുള്ളത്. അതായത് UDF-ന്റെ കയ്യിൽ LDF തിരിച്ചു പിടിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കേരളത്തിൽ LDF വരും എന്നുള്ള അഭിപ്രായമാണുള്ളത്. കാരണം വികസനത്തിന്റെ നോക്കി കഴിഞ്ഞാൽ വികസനം കൊണ്ട് കേരളത്തിൽ LDF വരാനാണ് സാധ്യത. മൊത്തത്തിൽ പറയുമ്പോൾ കൽപ്പറ്റയില് UDF-ന്റെ കയ്യിൽ നിന്ന് അമിതമായ ആത്മവിശ്വാസം. ചേട്ടാ, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പൊ കൽപ്പറ്റയിലെ ഏത് പാർട്ടി ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് പാർട്ടി അല്ല പ്രശ്നം. പാർട്ടി ആരായാലും കുഴപ്പമില്ല, ഭരണം നല്ല കാഴ്ച വെക്കണം, അത്രേ ഉള്ളൂ. അത് ജനങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഒപ്പം നിൽക്കുന്ന ആരായാലും ജനങ്ങൾക്കൊപ്പം നിൽക്കണം. നിയമം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. അങ്ങനത്തെ പാർട്ടി വരണം. അതിന് ഏത് പാർട്ടി ആയാലും കുഴപ്പമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പൊ കൽപ്പറ്റയിൽ ഏത് പാർട്ടി? നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഞാനിപ്പോൾ പുഴുത്തോട് റോഡിന്റെ ഞങ്ങൾ ചുരം ഇറങ്ങിയിട്ട് വരികയാണ്. ചുരം ഇറങ്ങി അവിടെ അടിവാരത്ത് MLA സിദ്ദിഖ് സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കഴിഞ്ഞ് വരികയാണ്. വയനാട് ഏറ്റവും വലിയ പ്രശ്നം ചുരത്തിൽ ബ്ലോക്ക്, നല്ല ഹോസ്പിറ്റലുകളില്ല. അപ്പോൾ പുഴുത്തോട് റോഡിന് ഏത് പാർട്ടി ഇറങ്ങുന്നോ മുന്നിൽ റോഡ് പ്രാബല്യത്തിൽ വരാൻ സഹായിക്കുന്ന ഏത് പാർട്ടിയാണോ അവർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വോട്ട് അവർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ചൊരു പൊളിറ്റിക്സ് ഇല്ല. ഏത് പാർട്ടിയായാലും ജനങ്ങളൊപ്പം നിൽക്കണം. ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട മെയിൻ ഒരു പ്രശ്നം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഏത് പാർട്ടിയായാലും എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ റോഡിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ അത് ഏത് പാർട്ടിയല്ല, BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, മാർക്സിസ്റ്റ് പാർട്ടിയായാലും ശരി, ആരതിന് സഹായിക്കുന്നോ അവർക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും വോട്ട് ഒരു 10 വോട്ടെങ്കിൽ എൻ്റെ കുടുംബത്തിലുണ്ടാവും. അത് ഞങ്ങൾ അവർക്ക് ചെയ്യുന്നതാണ്. ഞാൻ
ഉറപ്പിച്ച് പറയാണ്. ചേട്ടാ, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതെ, അപ്പൊ കൽപ്പറ്റ മണ്ഡലത്തില് ഏത് പാർട്ടി ജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? പിന്നെ UDF ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDF ജയിക്കുമെന്നല്ല, UDF ആണ് കൂടുതൽ പ്രതീക്ഷ വരുന്നത്. ടി സിദ്ദിഖ് വീണ്ടും MLA വരുമെന്ന് പ്രതീക്ഷയുണ്ടല്ലേ? പ്രതീക്ഷയുണ്ട്. വീണ്ടും MLA ആകുന്നുള്ളത് 100% പ്രതീക്ഷയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പൊ കൽപ്പറ്റ മണ്ഡലത്തില് ഏത് പാർട്ടി ജയിക്കുന്നതാണ് പ്രതീക്ഷയുള്ളത്? UDF ആണ്. എന്തുകൊണ്ടായിരിക്കും? സിദ്ദീഖാണ് ഇപ്പോൾ MLA. അപ്പോൾ അവര് നല്ല കാഴ്ചയാണ് മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. നല്ല പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകുന്നത്. അതായത് ടി സിദ്ദിഖ് വീണ്ടും MLA വരുമെന്ന് പ്രതീക്ഷയുണ്ട് അല്ലേ? ഇടണോ? ചേട്ടാ, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പൊ കൽപ്പറ്റ മണ്ഡലത്തില് ഏത് പാർട്ടി ജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? കൽപ്പറ്റ മണ്ഡലത്തിൽ UDF വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇപ്പോഴത്തെ ഭരണം എല്ലാവർക്കും അറിയുന്ന കേസായിട്ടല്ലേ. പിന്നെ കൽപ്പറ്റ മണ്ഡലത്തിൽ സിദ്ദിഖിനെ പോലുള്ള ഒരു MLA, ജനകീയമായ MLA തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ടി സിദ്ദിഖ് വീണ്ടും MLA വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ എന്നാൽ.